മിസ്റ്ററി ത്രില്ലർ എന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ്. ഫ്രം ദ മേക്കേഴ്സ് ഓഫ് കിഷ്കിന്ദ കാണ്ടം കൂടി ആകുമ്പോൾ അത് കാണാനുള്ള ഇൻട്രസ്റ്റ് കുറച്ചുകൂടി ഹൈ ആയിരിക്കും. സോ ആ പടം ഇറങ്ങിയ ദിവസം തന്നെ കാണണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, കാണാനും സാധിച്ചു. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ ഈക്കോ. ഒരു മിസ്റ്ററി ത്രില്ലറിനെ എന്നെ സംബന്ധിച്ച് 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണുള്ളത്. ഒന്ന്, ആ പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്പീരിയൻസ്. അപ്പോൾ എത്രത്തോളം ഇൻട്രസ്റ്റ് നമ്മളെ ഒരു ആസ് എ വ്യൂവർ നമ്മളിൽ അത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. 2, ആ മിസ്റ്ററിയിലോട്ട് എങ്ങനെ ആ പടം ബിൽഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമ്മൾ ഹുക്ക് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ പടം മൊത്തം ഒട്ടും ലാഗ് അടിക്കാതെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ആ രീതിയിൽ പടം ക്രിയേറ്റ് ചെയ്ത് പോകണം. 3ാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ആ റിവീൽ. അപ്പോൾ എത്രത്തോളം എഫക്റ്റീവാണ് ആസ് എ വ്യൂവർ ആ റിവീൽ എന്നുള്ളതും ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഫോർ മീ ദിസ് മൂവി ഈ പറഞ്ഞ 3 കാര്യത്തിലും പെർഫെക്റ്റ് ആയിരുന്നു. അതായത് ഇത് ക്രിയേറ്റ് ചെയ്യുന്നൊരു മൂഡുണ്ട്. ഇപ്പോൾ ഒരു കാട് എന്നുള്ള ഒരു സെറ്റിൽ ഇപ്പോൾ ഇതിൽ ഉണ്ടാകാൻ പോകുന്ന മിസ്റ്ററി, ഇപ്പോൾ എന്ന് വെച്ചാൽ ഓരോ ക്യാരക്ടറിലും ഒരു മിസ്റ്ററി ഉണ്ട്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് ആ ഒരു, ടു ബി വെരി ഫ്രാങ്ക്, ഒട്ടും ലാഗ് അടിക്കാതെ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഇമ്മേഴ്സ്ഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ വി വർ ലൈക്ക് ഇൻ ദ മൂവി. ലൈക്ക് ഞാനിപ്പോൾ ഒരു മൂവിയിലാണ് എന്നുള്ള രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ അത് കണ്ട് തീർത്തത്. ഇപ്പോൾ റിവീലിലേക്കുള്ള ബിൽഡ് ആണെങ്കിലും നമുക്ക് ഓവർ ദ ടൈമാണ് അത് ബിൽഡായി പോകുന്നത്. ഇപ്പോൾ ഓരോ പടം മുന്നോട്ട് പോകും തോറും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പസിൽ അല്ലേ, അപ്പോൾ ഒരു പസില് നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് പോകുന്ന രീതിയിലാണ് പോയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ എൻഡിങ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അത് എനിക്ക് എന്താ പറയേണ്ടത് അറിയില്ല. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ഇപ്പോൾ ഒരു കാണുമ്പോൾ ഒരു വൗ ഫീല് കിട്ടി എനിക്കിപ്പോൾ. ഞാൻ കൈയടിച്ചു പോയി പടം കഴിയുമ്പോൾ. കാരണം ആ എൻഡിങ് ആ ലെവലിൽ എഫക്റ്റീവായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ആ ഒരു കറക്റ്റ് ലൈനിൽ തന്നെ അവർ പോയിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് എ പെർഫെക്റ്റ് ഫിലിം ഫോർ ഇറ്റ്സ് ജേണർ. അതായത് ഇപ്പോൾ ഈ ഒരു ജേണറിൽ ഇതിലും പെർഫെക്റ്റ് ആയിട്ടൊരു ഫിലിം എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഇറ്റ് വാസ് പെർഫെക്റ്റ്. സോ ഇതിനൊരു തിയേറ്റർ വാച്ച് മസ്റ്റായിട്ട് പറയുന്നൊരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു ഫുൾ എക്സ്പീരിയൻസ് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നി. പിന്നെ മ്യൂസിക് ആണെങ്കിലും എല്ലാ ഏരിയയിലും നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ആക്ടിങ് ആണെങ്കിലും സന്ദീപ് പ്രദീപ് അടിപൊളിയായിരുന്നു. ഐ വുഡ് സേ ഗോ ഫോർ ഇറ്റ്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. കാരണം ഈ ഒരു ജോണറിൽ റീസെൻ്റ്ലി ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിമാണിത്. ഗോ ഫോർ ഇറ്റ്. യു ഗോണ ലൈക്ക് ഇറ്റ്.